ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് KSEBയിൽ വന്നിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. PSC വഴി അല്ലാതെയുള്ള കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. അപേക്ഷ ഫീസൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ പ്രോഗ്രാമർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. നിർദ്ദിഷ്ട വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ബിരുദമോ MSc, MC എന്നീ യോഗ്യതകളും നിശ്ചിത കാലത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. KSEBയുടെ ഗവൺമെന്റ് IT വിഭാഗങ്ങളിലേക്ക് ഒഴിവുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം വന്നിട്ടുള്ളത്. അപ്പോൾ യോഗ്യതയും താല്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏപ്രിൽ 1 വരെ അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ 9 ഒഴിവുകളാണ് 4 വിഭാഗങ്ങളിലായിട്ടുള്ളത്. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിൽ 60% മാർക്കോടെ BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ 60% മാർക്കോടെ MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MCA ആണ്. പ്രവൃത്തി പരിചയത്തെ അടിസ്ഥാനമാക്കി തസ്തികയിലെ ഒഴിവുകളും ശമ്പളവും നോക്കാം. ആകെ ഒഴിവുകൾ 9 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 1 വർഷം പ്രവൃത്തി പരിചയമുള്ള പ്രോഗ്രാമർ 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. ശമ്പളം 35,000 രൂപ. 3 വർഷം പ്രവൃത്തി പരിചയമുള്ള പ്രോഗ്രാമർ ഒഴിവ് 4 ഒഴിവാണ് വന്നിട്ടുള്ളത്. ശമ്പളം 60,000 രൂപയാണ്. 5 വർഷം പ്രവൃത്തി പരിചയമുള്ള പ്രോഗ്രാമർ തസ്തികയിലേക്ക് 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. ശമ്പളം 80,000 രൂപയാണ് ലഭിക്കുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിൽ 3 വർഷം പ്രവൃത്തി പരിചയമുള്ള പ്രോഗ്രാമർ തസ്തികയിലേക്ക് 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. ശമ്പളം 60,000 രൂപയാണ് ലഭിക്കുക. മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി എല്ലാ തസ്തികയിലും 10% വാർഷിക ഇൻക്രിമെന്റ് ഉണ്ടാകും. പ്രായപരിധി വരുന്നത് 18 മുതൽ 35 വയസ്സ് വരെയാണ്. നിയമന രീതി വരുന്നത് 6 മാസം വരെയുള്ള കാലയളവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിയമനം. പ്രോജക്റ്റ് ആവശ്യകതകളും പ്രകടനവും അനുസരിച്ച് ഇത് ദീർഘിപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ എഴുത്തു പരീക്ഷ, പ്രാക്ടിക്കൽ, അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും നിയമനം. ഓൺലൈൻ വഴി മാത്രമേ അപേക്ഷ സമർപ്പിക്കാനാവൂ. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.kseb.in വഴി ഓൺലൈനായി അപേക്ഷിക്കണം. പ്രായം, പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം അപേക്ഷിക്കണം. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 1 വരെയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.